of bulk density and true density and porosity and Clark's index. So how to determine the density? So mass by volume. So what is bulk density? Weight of the powder divided by volume. How to determine? So we take the sample formula lactose 100 gram and we into measuring cylinder and tap to 100 times. Then calculation part. Then how to determine true density? No. True density. Take specific gravity bottle and weigh the empty specific gravity bottle. Add sample powder and again weigh. Then add water. Again weigh. Sample and water. The sample is 3/4. 3/4 means 25 ml എടുത്ത് നമ്മൾ സാമ്പിൾ പൗഡർ ആഡ് ചെയ്തു, then water add ചെയ്തു, then അത് weigh ചെയ്തു, then calculation part. Okay. Then what is density? Density എന്താണ്? ഇതിനെയാണ് density എന്ന് പറയുന്നത്. Weight by volume. What is Clark's index? What's the purpose of determination of Clark's index? To determine the flow property. Okay. Angle of repose, Clark's index ഒക്കെ flow property കണ്ടുപിടിക്കാനുള്ള methods ആണ്. നമ്മൾ angle of repose എന്ന് പറഞ്ഞാൽ experimentally determine ചെയ്യുന്ന method ആണ്. Clark's index എന്ന് പറഞ്ഞാൽ calculationൽ നമ്മൾ flow property കണ്ടുപിടിക്കുന്നതാണ്. So percentageലാണ് നമ്മൾ porosity, Clark's index ഒക്കെ പറയുന്നത്. Density മാത്രം നമ്മൾ എന്തായിരിക്കും? അതിന്റെ യൂണിറ്റ് എന്താണ്? gram per cc. Okay. Density, different types of densities. There are different types of densities. Bulk density, density, tank density. Bulk density means how to determine the density. Procedure. Procedure എന്താണ്? Sample powder weigh ചെയ്യുക, 10 gram weigh ചെയ്ത് measuring cylinder add ചെയ്യുക, then cloth or wooden surface, cloth അല്ലെങ്കിൽ wooden surface place ചെയ്ത് 100 times tap ചെയ്യുക. So first നമ്മൾ measuring cylinder add ചെയ്യുന്ന powdersനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Bulk volume എന്ന് പറയുന്നത്. Then അതിനെ നമ്മൾ 100 times tap ചെയ്താൽ tapped volume എന്ന് പറയുന്നു. So bulk volume determine ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന equation ആണ് എന്ത്? Weight by bulk volume. So weight എന്ന് പറയുന്നത് 10 gram ആണ്, volume എന്ന് പറയുന്നത് നമ്മൾ measuring cylinder add ചെയ്ത് കിട്ടുന്ന volume അല്ലേ? So അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? Bulk volume എന്ന് പറയുന്നത്. Then tapped density ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Weight of the powder 10 gram ആണ്. Then അതിന് നമ്മൾ 100 times ഒരു wooden surface അല്ലെങ്കിൽ ക്ലോത്തിലോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോർഷൻ കട്ട് ചെയ്ത് നമ്മൾ ക്ലോത്ത് വെച്ചതിന് ശേഷം 100 times ടാപ്പ് ചെയ്തെടുക്കുന്നു, അതിനെ ഡിറ്റർമിൻ ചെയ്യും. ഇതാണ് നമ്മുടെ ടാപ്പ് ഡെൻസിറ്റി. ട്രൂ ഡെൻസിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ട്രൂ ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് ട്രൂ ഡെൻസിറ്റി മീൻസ് ആബ്സല്യൂട്ട് ഡെൻസിറ്റി. ഓക്കേ. സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ കളർ യൂസ് ചെയ്തതാണ് ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ള ആക്സിഷൻ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഫണൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഏത് സാമ്പിളിലും ബോട്ടിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബീക്കറിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാം ഫണൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മെഷറിംഗ് ചെയ്യുന്നത് അതിൽ എത്രയാണോ നമ്മുടെ വോളിയം ദാറ്റ് ഈസ് എന്താണ്? എന്ത് വോളിയമാണ്? പറയുന്ന വോളിയമാണ്. So, എത്രയാണ് വോളിയം വരുന്നത്? ദാറ്റ് ഈസ് ബൾക്ക് വോളിയം.
Then determination of bulk density is rate of the molar divided by bulk volume. So for example, this 60 ml ആണെന്നുണ്ടെങ്കിൽ that is 60 ml എന്ന് പറയുന്നത് bulk volume ആയിരിക്കും. Then നമ്മൾ അതിന് എന്ത് ചെയ്യും 100 times ടാപ്പ് ചെയ്യും. ഈ എത്ര സെന്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് 2 സെന്റിമീറ്റർ. ഓക്കെ 2 സെന്റിമീറ്റർ ഹൈറ്റിൽ 100 ടൈംസിലാണ് നമുക്ക് ടാപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കുക റേറ്റ് ഓഫ് ദ മോളർ ഡിവൈഡഡ് ബൈ ബൾക്ക് വോളിയം ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ദാറ്റ് ഈസ് ബൾക്ക് വോളിയം. ദെൻ ഇതിനെ 100 ടൈംസ് നമ്മൾ ടാപ്പ് ചെയ്യണം. ഇവൻ നമുക്ക് പി ജി ലാബിൽ താഴത്തെ ലാബിൽ നമുക്ക് അവിടെ എന്തുണ്ട് ഒരു മെഷീനുണ്ട് 2 മെഷീൻസിലുള്ള അറ്റ് എ ടൈം പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് 2 സെന്റിമീറ്റർ ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി അത് 100 ടൈംസ് ടാപ്പ് ചെയ്യും. ഓക്കെ അത് നമ്മൾ പി ജിയിലൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ യു ജിയിൽ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും ഒരു ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സർഫസ് വെച്ചതിന് ശേഷം നമ്മളിതിനെ 100 ടൈംസ് 1 ഇഞ്ച് നമുക്കത് 1 ഇഞ്ച് ഒരിക്കലും ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടാപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഈക്വൽ വോളിയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം അതിന് 100 ടൈംസ് ടാപ്പ് ചെയ്യാം. ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് 20 ഓക്കെ 30 ml ആണ് നടക്കുന്നത്. നമ്മൾ ടാപ്പറ വോളിയം എന്ന് പറയുന്നത് 30 ആണ്. സോ റേറ്റ് ഓഫ് ദ മോളർ ഡിവൈഡഡ് ബൈ ടാപ്പർ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പർ ഡെൻസിറ്റി. ഓക്കെ ഇത്രയാണ് നമുക്ക് എക്സ്പെരിമെൻ്റലി നമുക്ക് ബൾക്ക് ഡെൻസിറ്റി ടു ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ഇതല്ലാതെ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെയാണ് പോറോസിറ്റി ക്ലാസിസൻസ് കോൺസെൻട്രേഷൻ. എന്താണ് ഇക്വേഷൻസ് പോറോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് കിട്ടികളുടെ ബൾക്ക് വോളിയം ടാപ്പർ വോളിയം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോറോസിറ്റി കാർസിനൻസ് കോൺസെൻട്രേഷൻ ഒക്കെ പറയുന്നത് നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നത്. സോ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി ബോർഡിൽ യൂസ് ചെയ്യുന്നത് ട്രൂ ഡെൻസിറ്റി. സോ ട്രൂ ഡെൻസിറ്റി ആണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും ആദ്യം നമ്മൾ weight of the empty gravity body pay ചെയ്തു. സെക്കൻഡ് വൺ നമ്മൾ ഇതിനകത്ത് സാമ്പിൾ പൗഡർ ആഡ് ചെയ്തു. ഫുൾ നെറ്റ്വർക്ക് സാമ്പിൾ പൗഡർ ആഡ് ചെയ്ത് ചെയ്തു. ദെൻ നെക്സ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ട് സർവേ ചെയ്തു. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 50 ml കഴിഞ്ഞ് വരെ നമ്മൾ പൗഡർ സാമ്പിൾ ആഡ് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ വെയിറ്റ് കാൽക്കുലേഷൻ പൗഡർ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് പറയുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ബോഡി. ഓക്കെ
ഫൗസിയ